السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. ما بعد. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. കസേരയിൽ ഇരിക്കേണ്ടവർക്ക് ഇവിടെ സ്ഥലമുണ്ട്, 3-4 സ്ഥലമുണ്ട്. കൈഫ ഹാലുക്കും? മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സാലിഹായ അമലാക്കി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടി, ലോകത്ത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവർ, നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ണമായ കണ്ണിലുണ്ണിയായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ ചെറുതായ രീതിയിലാണെങ്കിൽ പോലും അല്പം പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനൊക്കെ ശ്രമിക്കുന്ന ഒരു ക്ലാസ്സിലാണ് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും സാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പറയുക കേൾക്കുക എന്നതിലുപരി ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കുകയും അവിടുത്തെ ജീവിതത്തെ പൂർണ്ണമായി പിൻപറ്റുകയും അവിടുത്തെ സുന്നത്തിനനുസരിച്ച് ജീവിച്ച് മരിച്ച് നാളെ മഹ്ശറയിൽ അവിടുത്തെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യുന്ന സാലിഹായ അടിമകളിൽ അള്ളാഹു നമ്മളെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1989 ഹജ്ജിന് പോയ സമയത്തുണ്ടായ ഒരനുഭവം ഒരു പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയാ, ആ സമയത്ത് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മദീനത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി. ഒരു ടാക്സി പിടിച്ച്. ടാക്സി ഓടിച്ചിരുന്നത് വയസ്സായ ഒരു സൗദിയായ ഒരു ഉപ്പാപ്പയായിരുന്നു. ടാക്സി ഇങ്ങനെ കുറച്ച് നേരം മുമ്പോട്ട് പോയി പെട്ടെന്നൊരു സിഗ്നലിൽ നിർത്തി, ചോപ്പ് വീണ് അവിടെ നിർത്തി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അതേപോലെ ഒരു വയസ്സായ ആൾ ഓടിക്കുന്ന ടാക്സി കൊണ്ടുവന്ന് നിർത്തി. അതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട്. മദീന എന്ന ചെറിയൊരു പട്ടണമായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞു, കുശലങ്ങളൊക്കെ അന്വേഷിച്ചു, സുഖവിവരങ്ങളൊക്കെ തിരക്കി. അതിനുശേഷം ഈ വയസ്സായ ആൾ മറ്റേ ആളോട് ചോദിച്ചു, കൈഫൽ മൗസിം, എങ്ങനെയുണ്ട് സീസൺ, തൊഴിലൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ മറ്റേ ആൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, അൽ മൗസിമു ബാരിദുൻ, സീസൺ ഭയങ്കര തണുത്തിരിക്കുകയാണ്. മ ഹസൽത്തു ഇല്ല 20 റിയാലൻ, ഇന്ന് രാവിലെ മുതലായിട്ട് എനിക്ക് ആകെ 20 റിയാൽ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ടാക്സി ഡ്രൈവറും അയാളും വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, മാന കദാലിക് ഹാദ അവ്വലു റാക്കിബിൻ, ഞാനും അപ്രകാരം തന്നെയാണ്, ഇയാളാണ് ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് എൻ്റെ വണ്ടിയിൽ കയറുന്ന ആദ്യത്തെ ആൾ ഇയാളാണ്, വേറെ ഒന്നും എനിക്കിന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം സിഗ്നലിൽ വളരെ കുറച്ച് സമയമല്ലേ വണ്ടി നിർത്തിയുള്ളൂ. അപ്പോൾ തന്നെ പച്ച ലൈറ്റ് കത്തി 2 വണ്ടിയും ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഷെയ്ഖ് പറയാം, എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന ആ വയസ്സായ ടാക്സി ഡ്രൈവർ മറ്റേ ആളോട് ഒരു കാര്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ആ ഒരു വാക്ക് മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന വാക്കായിരുന്നു. ഈ വയസ്സായ മനുഷ്യൻ മറ്റേ മനുഷ്യനോട് അവസാനം പിരിയാൻ നേരത്ത് പറയാം, ലാ തഹ്സൻ ലാ തഹ്സൻ കഫാ ബിനാ ശറഫൻ ജിവാറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഹ്സൻ, വേദനിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ബേജാറാകണ്ട കേട്ടോ, കഫാ ബിനാ ശറഫൻ ജിവാറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമില്ലെങ്കിലും നമുക്കിങ്ങനെ അള്ളാൻ്റെ റസൂലിൻ്റെ നാട്ടിൽ പിറങ്ങിക്കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അള്ളാൻ്റെ റസൂലിൻ്റെ ചാരത്ത് ഇങ്ങനെ രാവിലെയും വൈകിട്ടുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുതന്നെ നമുക്ക് മഹത്വത്തിന് വേണ്ടി മതിയായതാണ്. അതിനപ്പുറത്തേക്ക് ഇനി നമുക്ക് 20 റിയാലേ കിട്ടിയുള്ളൂ, മുഴുവൻ പട്ടിണിയാണ്, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല, ഇനി ഒന്നും ഒരു വിഷയമേ അല്ല.
ഞങ്ങൾക്ക് മഹത്വത്തിന് വേണ്ടി ഇത് തന്നെ മതിയായതാണ്. അവിടെ നീ ബേജാറൊന്നും വേണ്ട കേട്ടോ, ദുഃഖിക്കൊന്നും വേണ്ട. ഷെയ്ഖ് പറയാണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 38 വർഷമായി, പക്ഷെ ഇന്നും ആ വാക്കിൻ്റെ ചൂട് ഞാൻ അനുഭവിക്കുന്നു എന്നാണ്. ഈ അനുഭവം ഫസ്റ്റ് പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിലാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് വലിയൊരു ആശ്വാസം ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ പോലും, വളരെ കുറച്ച് സമയത്താണെങ്കിൽ പോലും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞ്, നമുക്ക് അവിടുത്തെ ചാരത്ത് കഴിയാനോ അവിടുത്തെ കൂടെ താമസിക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിലും പറ്റുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞ് ഇവിടെ വന്ന് നബി തങ്ങളുടെ പേര് കേട്ട് സലാത്ത് കുറേ പറഞ്ഞ് കുറേ കരഞ്ഞു, കുറേ സന്തോഷിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഹുബ്ബ് കൂടി, നബി തങ്ങളെ കാണണമെന്ന് ഭയങ്കര ആവേശമായി, ഒന്ന് കെട്ടിപ്പിടിക്കാൻ പൂതിയായി, ആഞ്ഞാഞ്ഞ് മുത്താൻ പൂതിയായി. ഇങ്ങനെയൊക്കെയുള്ള ഈ അനുഭവങ്ങൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്, ചില്ലറക്കാരില്ല. നമ്മുടെ മഹത്വത്തിന് കഫാബീന ഷറഫൻ എന്ന് പറഞ്ഞ പോലെ നമുക്കും മഹത്വത്തിന് അത് തന്നെ മതിയായതാണ്. അപ്പോൾ നമ്മൾ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു തുടർച്ച മുടങ്ങിപ്പോയതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കൊരു മടുപ്പും വരരുത്, നമ്മളിതിനൊരിക്കലും കുറച്ച് കാണരുത്. നമ്മൾ സാധിക്കുമെങ്കിൽ ഇനിയും ആളുകളെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫുൾ പാക്കേജാണ്. അതിലെല്ലാം കിട്ടും. അതിൽ ഖുർആൻ്റെ തഫ്സീറും വരും, ഖുർആൻ ക്ലാസ്സും വരും, ഫിഖിൻ്റെ ക്ലാസ്സും വരും, ദുആകൾ ദിക്റുകൾ പഠിപ്പിക്കുന്ന ക്ലാസ് വരും, ആദാബ് മര്യാദകൾ പഠിപ്പിക്കുന്ന ചർച്ച വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഐഷ ബീവി പറഞ്ഞ പോലെ അതൊരു മൊത്തം പാക്കേജാണ്. ഖുർആനും ബാക്കിയുള്ള മുഴുവൻ ദീനും നമുക്ക് കിട്ടും. അതുകൊണ്ട് വർദ്ധിച്ച ആവേശത്തോടുകൂടി, കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ കാരണം ഒരു 5 ആളെങ്കിലും ഈ ക്ലാസ്സിൽ പുതുതായിട്ട് പങ്കെടുക്കണം. കാരണം ആ 5 ആൾക്കാർ ഈ ക്ലാസ്സിൽ വന്നിരുന്ന് 1 മണിക്കൂറോളം ഒരു 100 പ്രാവശ്യം എന്തായാലും നമ്മൾ റസൂലിൻ്റെ പേര് പറയും, സലാത്ത് പറയും. അതിൻ്റെയൊക്കെ കൂലി, അവർ ചരിത്രം കേട്ട് റസൂലിനുള്ള മുഹബത്ത് കൂടി, അതിൻ്റെ കൂലി, ഇതിൻ്റെയൊക്കെ കൂലി നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ നമ്മുടെ ക്ലാസ്സിനെ കബൂലാക്കുമാറാകട്ടെ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ഓർമ്മയില്ലേ? ഏത് ചരിത്രത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞു നിർത്തിയത്? ബദർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബദർ യുദ്ധം നടക്കുന്നത് നബി തങ്ങൾ ഹിജ്റ ചെയ്ത് 2ാമത്തെ വർഷം ബദർ യുദ്ധം നടക്കുന്നു. നമ്മൾ റമളാനിൽ തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഹിജ്റ കഴിഞ്ഞിട്ട് നേരെ ബദർ യുദ്ധത്തിലേക്കാണ് കടന്നത്. അപ്പോൾ ബദർ യുദ്ധത്തിൻ്റെയും ഹിജ്റയുടെയും, ഹിജ്റ കഴിഞ്ഞ് റസൂലുള്ളാഹി മദീനത്തെത്തി, പിന്നെ 2ാമത്തെ വർഷം ബദർ യുദ്ധം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ധൃതിയുള്ളതുകൊണ്ട് റമളാനിന് മുമ്പ് തീർക്കേണ്ടതുകൊണ്ട് നമ്മൾ അത് പറയാതെ പെട്ടെന്ന് ബദറിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്രാവശ്യം ക്ലാസ് തുടങ്ങുമ്പം ആദ്യം നമുക്ക് അങ്ങനെയുള്ള നമ്മൾ വിട്ടുപോയ ചെറിയ സംഭവങ്ങൾ പറയണം. അതിനുശേഷം പിന്നെ ഇൻഷാ അല്ലാഹ് ബദറിന് ശേഷമുള്ള ഉഹദിലേക്ക് നമുക്ക് കടക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മുഹാജിരീങ്ങൾ ഹിജ്റ ചെയ്ത് അൻസാരികളുടെ നാടായ മദീനത്തെത്തി. റസൂലുള്ളാഹി മുഹാജിരീങ്ങൾക്കും അൻസാരികൾക്കിടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. അങ്ങനെ അവർ മുഹാജിറുകൾ പുതിയ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ആദ്യമായി നേരിട്ട പ്രശ്നം മദീനയിൽ ഭയങ്കര രോഗങ്ങളായിരുന്നു. പനി, ബുദ്ധിമുട്ട്, പ്രയാസം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടൊക്കെ മുഹാജിരീങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ മദീനത്തെ ഒരു കിണറ്റിലെ വെള്ളവും മുഹാജിരീങ്ങൾക്ക് പിടിക്കുന്നില്ല. ഏത് കിണറ്റിലെ വെള്ളം കുടിച്ചാലും രോഗം വരുന്നു. അവസാനം റോമ എന്ന പേരുള്ള ഒരു കിണറുണ്ട്, ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് അത് പുതുക്കി പണിയുന്നതിൻ്റെ പേരിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം പണി കഴിഞ്ഞോന്നറിയില്ല, തൊട്ടുടനെ പണി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നമുക്കതിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ റോമ എന്ന് പറഞ്ഞ ഒരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം മാത്രമേ സഹാബാക്കൾക്ക് കുടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ കിണറിൻ്റെ ഉടമയെക്കുറിച്ച് 2 റിവായത്ത് വന്നിട്ടുണ്ട്. ആ 2 റിവായത്തും നമുക്ക് പറയാം. ഒന്നാമത്തെ റിവായത്തിലുള്ളത് ബനൂ ഗിഫാർ ഗോത്രത്തിലെ മുസ്ലിമായ ഒരു സഹോദരൻ്റെതായിരുന്നു ആ കിണർ. ആ കിണറിലെ വെള്ളം മാത്രമേ മുഹാജിരീങ്ങൾക്ക് പിടിക്കുന്നുള്ളൂ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ കിണറിലെ വെള്ളം ഈ ബനൂ ഗിഫാറുകാരനായ മുസ്ലിം പൈസക്കായിരുന്നു വിറ്റിരുന്നത്. ഒരു തൊട്ടി വെള്ളത്തിന് അദ്ദേഹം ഒരു മുദ്ദ് ഭക്ഷണ സാധനമാണ് ഈടാക്കിയിരുന്നത്. അപ്പോൾ ഈ മുഹാജിരികൾ നമുക്കറിയാമല്ലോ, മുഴുവനും ഇട്ടെറിഞ്ഞിട്ട് വന്ന പാവങ്ങളായ ആൾക്കാരാണ്. അപ്പോൾ ഒരു തൊട്ടി വെള്ളം, ഒരു മുദ്ദ് ഭക്ഷണ സാധനം കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിഷമം മനസ്സിലായി. നബി തങ്ങൾ ആ സഹാബിയെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, തബീഉനീഹാ ബിഐനിൻ ഫിൽ ജന്ന, ഞാൻ നാളെ സ്വർഗത്തിൽ ഒരു അരുവി നിനക്ക് പകരമായി തരാം, ആ വിലക്ക് നീ ഈ കിണർ എനിക്ക് വിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കീശയിൽ നിന്നെടുത്ത് പൈസ കൊടുക്കാൻ നബി തങ്ങളുടെ കീശ കാലിയാണല്ലോ. അതുകൊണ്ട് തന്നെ നബികൾ വലിയൊരു ഓഫർ നൽകി, നാളെ സ്വർഗത്തിൽ നിനക്കൊരു അരുവി ഞാൻ സമ്മാനമായി തരാം, അതിന് പകരമായി നീ ഇതിനെ വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നിസ്സഹായനായിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ ലീ വലാ ലിഅയാലി ഗൈറഹ, എനിക്കും എൻ്റെ കുടുംബക്കാർക്കും ഈ ഒരു കിണറല്ലാതെ അതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മുദ്ദ്,
ആ വരുമാനം അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കിണർ ഞാൻ വിറ്റാൽ ദുനിയാവിൽ ഞങ്ങൾ പട്ടിണിയായി പോകും. അപ്പം എൻ്റെ കുടുംബത്തെ ആലോചിച്ചിട്ട് എനിക്കിത് വിൽക്കാൻ വേണ്ടി ഒന്നും കിട്ടാതെ വിൽക്കാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ഇതാരറിഞ്ഞു ഈ വിവരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ വിവരം റസൂലുള്ളാഹി ഭയങ്കര ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വേറെ ഒന്നും വേണ്ടിയില്ല, നേരെ ഈ ബനൂ ഗിഫാറിലെ ആ സഹാബിയുടെ അടുക്കലേക്ക് പോയി അദ്ദേഹവുമായി സംസാരിച്ചു. നിനക്ക് പൈസ ആണല്ലോ വിഷയം, പൈസ കിട്ടാത്തതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ നബിതങ്ങൾക്ക്, നിനക്ക് ഞാൻ പൈസ തരാം, എത്ര വേണമെങ്കിലും തരാം, പകരം നീ എനിക്ക് ആ കിണർ വെക്കണം. അങ്ങനെ സംസാരിച്ച് ഹദീസിൻ്റെ റിവായത്തുകൾ വരുന്നു. അവസാനം 35,000 ദിർഹമിന് വില പറഞ്ഞു ഒപ്പിച്ചു. ഒരു കിണർ എത്രയാണ് അന്നത്തെ വില? 35,000. അദ്ദേഹത്തിന് സുൽബുൽ മാൽ, അടിസ്ഥാനപരമായ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും പുതിയ കച്ചവടത്തിന് കിട്ടിയ ലാഭമൊന്നുമല്ല, അദ്ദേഹം പിന്നെ ഒരു മൂലധനമായിട്ട് കൊണ്ടുവന്ന സമ്പത്തുണ്ടല്ലോ, അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പൈസയിൽ നിന്ന് 35,000 എടുത്തു കൊടുത്ത് ആ കിണർ വാങ്ങി. നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, അതജഅലു ലി ഫീഹ മാ ജഅൽത ലഹു, നബിയെ അങ്ങ് ആ സഹാബി കൊടുത്ത ഓഫർ അതെനിക്കും ഉണ്ടോ? ആ ചോദ്യം നോക്കിയേ, ആ സഹാബിക്ക് അങ്ങ് കൊടുത്ത ഓഫറില്ലേ അതെനിക്കും തരുമോ? അതായത് ഈ കിണർ ഞാൻ മുസ്ലിമീങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ സ്വർഗത്തിൽ എനിക്കൊരു അരുവി കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം. അപ്പോൾ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഖദ് ജഅൽതുഹാ ലിൽ മുസ്ലിമീൻ, അങ്ങനെയാണെങ്കിൽ ഇതാ ആ കിണറിനെ ഞാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഫ്രീ ആയിട്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തു. രണ്ടാമത്തെ റിവായത്തിൽ വരുന്നത് ഈ കിണറിൻ്റെ ഉടമ ഒരു യഹൂദിയാണ്. നമുക്കറിയാം യഹൂദികൾ അന്നും ഇന്നും മ്ലേച്ഛമായ സ്വഭാവത്തിൻ്റെ മോശം മനസ്സിൻ്റെ ഉടമകളാണ്. ഇന്ന് തന്നെ നമ്മൾ 2-3 ചരിത്രം അതിനെ കുറിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ മുസ്ലിമീങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനും പൈസ എങ്ങനെയെങ്കിലുമൊക്കെ വാരിക്കൂട്ടാനും വേണ്ടി 1 ദിർഹമിനാണ് ഒരു തൊട്ടി വെള്ളം വിറ്റിരുന്നത്. അങ്ങനെ ഇയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സംസാരിച്ചിരുന്നു, യാതൊരു കാര്യമില്ല, ഇയാൾ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നൊരു പ്രഖ്യാപിച്ചു, ആരെങ്കിലും ഈ കിണർ ആ റോമക്കാരൻ്റെ അടുക്കൽ നിന്ന് വാങ്ങുകയും എന്നിട്ട് റസൂലുള്ളാഹി പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, ഫയജഅലു ദിൽവഹു കദിലാഇൽ മുസ്ലിമീൻ, എന്നിട്ട് അവൻ്റെ തൊട്ടിയെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളുടെ തൊട്ടിയോട് സമമാക്കിയാൽ, അതായത് വാങ്ങി എന്നതിൻ്റെ പേരിൽ ഇവനിക്കൊരു പ്രത്യേകത ഉണ്ടാവരുത്, ഇവനും വെള്ളം എടുക്കുന്നത് ബാക്കിയുള്ള മുസ്ലിങ്ങളെ പോലെ തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ നമ്മൾ പള്ളി എടുത്താൽ നമ്മൾ പോയാൽ മാത്രമേ എ സി ഇടലും, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കൽ ആരായിരിക്കണം അവിടെ ഇമാമ്, ആരായിരിക്കണം അവിടെ വെറും പുറത്താക്കലും കയറ്റലും, അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യം ചെയ്തു അത് പൂർണ്ണമായിട്ടും അള്ളാഹു താലയ്ക്ക് വേണ്ടിയായിരിക്കണം. നമ്മൾ വാങ്ങിച്ചു എന്നതിൻ്റെ പേരിൽ അവൻ്റെ തൊട്ടിക്ക് പ്രത്യേകത ഒന്നും ഉണ്ടാവും വെള്ളം, മുസ്ലിമീങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം അവനും തൊട്ടിയിൽ വെള്ളം എടുക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ബിഖൈറിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അതിനേക്കാൾ ഖൈറായ നല്ലൊരു സമ്മാനം ഞാൻ അവന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുമെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. ഉസ്മാൻ റളിയല്ലാഹു ആ റിവായത്ത് പ്രകാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരെ റോമക്കാരനായ സഹോദരൻ്റെ അടുക്കലേക്ക് പോയി. അയാളുമായി സംസാരിച്ചു. അയാൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം മികവ് പുലർത്തിയിരുന്ന മേഖല ഏതാ? ബിസിനസ്സാണ്. ഉസ്മാൻ അൽ ഖനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ദ മില്ലനെയർ. ഉസ്മാൻ ദ മില്ലനെയർ എന്നാണ് അന്ന് അറിയപ്പെടുന്നത്, പണക്കാരനായ ഉസ്മാൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ബിസിനസ്സിൽ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വില പേശിയിട്ട് എത്ര വില പറഞ്ഞിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ഫുള്ള് വിൽക്കണ്ട, നിനക്ക് ലാഭകരമായ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം, നീ എനിക്ക് ആ കിണറിൻ്റെ പകുതി വിൽക്ക്, അതായത് ഒരു ദിവസം എനിക്ക്, ഒരു ദിവസം നീ എടുത്തോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് വെള്ളം നിൻ്റെ ദിവസത്തിൽ പൈസക്ക് വിൽക്കാം, എനിക്ക് ഒരു ദിവസത്തെ അതിന് ഞാൻ 12,000 ദിർഹം തരാമെന്ന് പറഞ്ഞു. യഹൂദി നോക്കിയപ്പോൾ 12,000 ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ കിണർ ഫുള്ള് കയ്യിൽ നിന്ന് പോകുന്നുമില്ല. 12,000 ദിർഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും വലിയ സ്വത്തുവാണ്. യഹൂദിക്ക് സന്തോഷമായി, 12,000 ദിർഹം കിട്ടുകയും ചെയ്യും, എൻ്റെ ദിവസത്തിൽ എനിക്ക് വെള്ളം വിറ്റിട്ട് അതിൻ്റെ പൈസ എടുക്കാമല്ലോ. അയാൾ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു ഒരു ദിവസം, അന്ന് യഹൂദി വരൂല, ഉസ്മാൻ റളിയല്ലാഹു ഇഷ്ടമുള്ളവല്ലോ കൊടുക്കുക. രണ്ടാമത്തെ ദിവസം യഹൂദി അന്ന് 1 ദിർഹമിന് വെള്ളം വെക്കും. അങ്ങനെ സംഭവം തുടങ്ങിക്കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് യഹൂദിയുടെ ദിവസത്തിൽ വന്ന് നോക്കുമ്പോൾ ആരും വെള്ളം വാങ്ങിക്കാൻ വേണ്ടി വരുന്നില്ല. കാരണം മുസ്ലിമീങ്ങളെല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസത്തിൽ വരും. അദ്ദേഹം ഫ്രീ ആയിട്ട് മുസ്ലിമീങ്ങൾക്ക് വെള്ളം എടുക്കാനുള്ള അനുവാദം കൊടുത്ത് അവർ ഇന്നത്തേക്കുള്ള വെള്ളം എടുക്കും, നാളത്തേക്കുള്ള വെള്ളം എടുക്കും. പിറ്റേന്ന് യഹൂദിയുടെ ദിവസം വരുമ്പം അയാളുടെ വെള്ളം വാങ്ങിക്കാൻ ആരുമില്ല. അവസാനം അയാൾ കരഞ്ഞു പിടിച്ച് ഓടി ഉസ്മാൻ റളിയല്ലാഹു അടുക്കൽ വന്നു, മഹാനവർ ഞാൻ പെട്ടുപോയി, എന്നെ നിങ്ങൾ ചതിക്കല്ലേ, എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു പോയി, ഞാൻ നല്ലൊരു വില നിങ്ങൾ ആദ്യം പറഞ്ഞപ്പം അതിന് വിറ്റാൽ മതിയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ വിലയ്ക്ക് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ അത് പറ്റൂല, പകുതി ഞാൻ 12,000 എടുത്തതെങ്കിൽ ഇനി ബാക്കി പകുതി ഞാൻ 12,000 എടുക്കൂല, ഞാൻ തരും, എനിക്ക് 4,000 കുറച്ചിട്ട് 8,000 മാത്രമേ തരൂ എന്ന് പറഞ്ഞു. അയാൾക്കത് നിർബന്ധപൂർവ്വം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഈ റിവായത്ത് പ്രകാരം 12,000 8,000 എത്രയായി?
20,000 ദിർഹം. നേരത്തെ റിവായത്ത് പ്രകാരം 35,000 ദിർഹമായിരുന്നു. ഇപ്പോഴും ചെറിയ തുക ഒന്നുമല്ല, 20,000 ദിർഹമിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സന്തോഷമായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് നൽകി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിത്വം. നമുക്ക് നബി തങ്ങളുടെ സീറയാണ്ട് കുറേയൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അൽഹംദുലില്ലാഹ് നമ്മൾ ഈ സീറ, നബി തങ്ങളുടെ സീറ എല്ലാ ആഴ്ചയും വെക്കുന്നത് പോലെ തന്നെ മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയാൻ വേണ്ടി എല്ലാ ആഴ്ചയും ഒരുമിച്ച് കൂടുമായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും ആ ക്ലാസ്സിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 10-20 ക്ലാസ്സുകൾ കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഫുൾ അന്ന് പറഞ്ഞു തീർത്തത്. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാതെ അദ്ദേഹത്തെക്കൊണ്ടുള്ള സ്നേഹം കൂടി വരും. അദ്ദേഹം വലിയ മഹാനാണെന്നുള്ളതിന് ഒറ്റ കാര്യം മാത്രം തെളിവായിട്ട് മതി. എന്താ അത്? അദ്ദേഹം അറിയപ്പെടുന്ന പേരേതാ? ദുന്നൂറൈൻ എന്നാ. രണ്ട് പ്രകാശങ്ങളുടെ ഉടമാണ്. എന്താ അതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പെൺമക്കളെ, ആദ്യം ഒരാളെ കെട്ടിച്ചു കൊടുത്തു, കല്യാണം കഴിച്ചു കൊടുത്തു. അവർ മരിച്ചപ്പം അടുത്ത മോളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അത് തന്നെ മതി അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ നമ്മുടെ ഒരു മകൾക്ക് വേണ്ടി പുതിയാപ്പിളയെ ആലോചിക്കുമ്പോൾ എങ്ങനത്തെ പുതിയാപ്പിളയെ ആലോചിക്കുക? കുറേ കുറ്റവും കുറവുള്ള ആളെയാണോ? അല്ലല്ലോ. നമുക്ക് എത്രമാത്രം അന്വേഷിക്കാൻ പറ്റുമോ അത്രമാത്രം അന്വേഷിച്ച് അയാൾ ഏറ്റവും പെർഫെക്റ്റായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അയാളെ നമ്മൾ പുതിയാപ്പിളയാക്കി എടുക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കൾക്കും ഈ ഇദ്ദേഹത്തെ പുതിയാപ്പിളയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനം എത്ര വലുതായിരുന്നു. 2ാമത്തെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് ബഖീയിൽ കൊണ്ടുപോയി ഖബറടക്കിയ പാട് റസൂലുള്ളാഹി വിഷമത്തിലിരിക്കുന്ന സമയത്ത് ആ ഖബറിൻ്റെ പുറത്ത് കയറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഖബറിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് ആ വിഷമത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹി ഒരു പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു ആ പ്രഖ്യാപനം? വിധവകളുടെ മാതാപിതാക്കളെ, വിധവകളുടെ സഹോദരന്മാരെ, വലിയകളെ, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ എൻ്റെ ഉസ്മാനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണേ. കാരണം എൻ്റെ അടുക്കൽ ഇനി വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു മകളില്ല. എൻ്റെ അടുക്കൽ കുറേ പെൺമക്കൾ ഉണ്ടാവുകയും ഒന്നിന് പുറകെ ഒന്നായിട്ട് എല്ലാവരും മരണപ്പെട്ടു പോവുകയും ചെയ്തിരുന്നെങ്കിൽ അവരെല്ലാവരെയും ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അടുക്കൽ പെൺമക്കൾ തീർന്നുപോയി. പക്ഷേ എൻ്റെ ഉസ്മാനെ നിങ്ങൾ ഒറ്റക്കാക്കല്ലേ. എവിടെ വെച്ചത് പറയുന്നത്? സ്വന്തം മകൾ മരണപ്പെട്ട് കവറടക്കി ഉടനെ റസൂലുള്ളാഹിക്ക് ആരെക്കുറിച്ചാണ് ചിന്ത? ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ഒറ്റക്കായി പോകാന്ന റസൂലുള്ളാഹിന്റെ ചിന്ത. അപ്പോൾ റസൂലുള്ളാഹി അത്രയും സ്നേഹിച്ച ഒരു സഹാബിയാണ്. ഒരു പ്രവാചകൻ്റെയും 2 പെൺമക്കൾ ഒരുമിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാതെ വേറെ ആരും വിവാഹം ചെയ്തിട്ടില്ല എന്നാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ആദ്യമായി തൻ്റെ കുടുംബത്തെയും കൂട്ടിയിട്ട് ഹിജറ ചെയ്യുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബിസീനയിലേക്ക് ഹിജറ പോയ സമയത്ത് നമ്മൾ ആ സംഭവം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഇനിയും അങ്ങോട്ട് അദ്ദേഹം ചെലവ് ചെയ്തതും പൈസ കൊടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചിട്ട് സ്വർഗം വാങ്ങിയെടുത്തതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും നമ്മൾ അങ്ങോട്ട് പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനിന് വേണ്ടി വലിയൊരു ഖിദ്മത്ത് ചെയ്തു. ഒന്ന് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ്. 2ാമത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു കഴിവ് ഉപയോഗിച്ചിട്ടാണ്. അതെന്ത് കഴിവാണ്? ബിസിനസ്സിലുള്ള, വിലപേശാനുള്ള, കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദീനിന് വേണ്ടി നമുക്ക് സേവനം ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു കുപ്പായ ഇടണമെന്നില്ല. തൊപ്പി വെക്കണം, ജുബ്ബ വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയിട്ട് ഒരു 5-6 വർഷം പഠിച്ച് ഫാരിഗായി അവിടുത്തെ വലിയൊരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അങ്ങനെ പുറത്തിറങ്ങണമെന്നൊന്നുമില്ല. ദീന് വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു മനസ്സാണ്. എൻ്റെ ദീനിന് വേണ്ടിയിട്ട്, എൻ്റെ റസൂലിന് വേണ്ടിയിട്ട്, ഖുർആനിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള മനസ്സുണ്ടാണ്. എന്നിട്ട് നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ദീനിന് സേവനം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഉപയോഗിച്ചിട്ടാണ്. ബിസിനസ് മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് ദീനിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ പറ്റും. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താ? എപ്പോഴും നമ്മൾ ആ ഒരു ചിന്തയിൽ കഴിയുക എന്നുള്ളത്. എൻ്റെ ദീനിന് വേണ്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ കഴിയുമ്പോൾ നമ്മുടെ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സേവനം ചെയ്യാനുള്ള വഴികൾ ആര് തുറന്നു തരും? അള്ളാഹു സുബ്ഹാനഹു തആല തുറന്നു. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം അതുകൂടിയാണ്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അങ്ങനെ മുസ്ലിമീങ്ങൾ വെള്ളമൊക്കെ നല്ല വെള്ളം കിട്ടി, പള്ളിയൊക്കെ പണിതു, ആളുകളൊക്കെ പള്ളിയിൽ വരാൻ തുടങ്ങി നമസ്കരിക്കാൻ. ആ സമയത്താണ് അടുത്തൊരു പ്രശ്നം വന്നത്. ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്, പക്ഷേ നമസ്കാരത്തിൻ്റെ സമയമായെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്താ മാർഗ്ഗമുള്ളത്? ജനങ്ങളെ അറിയിക്കണമല്ലോ നമസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടി ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. നമുക്ക് കൊടി പൊന്തിച്ചാലോ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്ത്? അവർ കൊടി പൊന്തിച്ചാൽ ഉറങ്ങുന്നവനെങ്ങനെ അറിയാം നമസ്കാരത്തിൻ്റെ സമയം? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിലോ മറ്റോ അശ്രദ്ധമായിരിക്കുന്നവനെങ്ങനെ അറിയാം? അതുകൊണ്ട് അത് പറ്റൂല. പിന്നെ ചണ്ട കുട്ടിയാലോ? അത് വേണ്ട. ബെല്ലടിച്ചാലോ? അതും വേണ്ട. കാരണം അതൊക്കെ വേറെ സമുദായത്തിൻ്റെ ആചാരങ്ങൾപ്പെട്ട. ബെല്ലടിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണല്ലോ. തീ കത്തിച്ചാലോ? തീ കത്തിക്കുന്നത് മജൂസികളാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എപ്പോഴും റസൂലുള്ളാഹി അഹ്ലി കിതാബിനോട് എല്ലാ വിഷയത്തിലും എതിരാകാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അവരോട് സാദൃശ്യമാകുന്ന റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലായിരുന്നു.
അപ്പം അതൊന്നും റസൂലുള്ളാഹിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ അന്ന് രാത്രി മുഴുവനും ചർച്ച ചെയ്തെങ്കിലും ഒരു തീരുമാനമാകാതെ എല്ലാവരും അവരവരുടെ വീട്ടുകളിലേക്ക് തിരിച്ചുപോയി. നമുക്ക് റിവായത്തിൽ കാണാം, ഈ പോയ എല്ലാ സഹാബാക്കളും ഒരേ ചിന്തയിലൂടെയാണ് പോയതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചിന്ത, ആ ടെൻഷൻ അതേ രീതിയിൽ മനസ്സിലെടുത്തു പോയ ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹിബ്നു സെയ്ദ് എന്നാണ് പേര്. എന്താ പേര്? റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു. അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷൻ, എന്ത് ചെയ്യും. ആ ടെൻഷനോടുകൂടി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഒരു ജീവനെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി എന്ന് പറഞ്ഞല്ലോ, ആ ടെൻഷനോടുകൂടി അദ്ദേഹം പോയി കിടന്നുറങ്ങിയത് കൊണ്ട് ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരാൾ ഒരു ബെല്ലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അവിടെ നിൽക്ക്, എന്താ, എനിക്ക് ഈ ബെല്ല് വേണം. അതെന്തിനാ ബെല്ല്? അത് ഞങ്ങൾക്ക് നമസ്കാര സമയമായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബെല്ലടിക്കലല്ല, മറിച്ച് ഞാനൊരു വാചകം പറഞ്ഞാൽ ആ വാചകം ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ അത് അയാൾ ആദ്യം ബാങ്കിൻ്റെ കലിമത്തുകൾ, അബൂദാവൂദിലാണ് ഈ റിവായത്തുള്ളത്, ബാങ്കിൻ്റെ കലിമത്തുകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അയാൾ കുറച്ചങ്ങോട്ട് പോയിട്ട് രണ്ടാമത് പറഞ്ഞു, ഇനി നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കലിമത്തുകൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഇഖാമത്തിൻ്റെ കലിമത്തുകളും ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം രാവിലെ നെട്ടി ഉണർന്ന് ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. നബി തങ്ങൾക്ക് ഈ കാര്യം വിവരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു, ഇത് സത്യമായ സന്ദേശമാണ്, സത്യമായ സ്വപ്നമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണ്, അതുകൊണ്ട് ഇതനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ അമൽ ചെയ്യും. ആ സഹാബി വെച്ച്, എന്നാൽ പിന്നെ ഞാൻ ബാങ്ക് കൊടുക്കട്ടെ? റസൂലുള്ളാഹി, നീ ബാങ്ക് കൊടുക്കണ്ട, ഖും മഅ ബിലാൽ, നീ ബിലാലിൻ്റെ കൂടെ നിൽക്ക്, എന്നിട്ട് അവന് പറഞ്ഞു കൊടുക്കുക, അവൻ ബാങ്ക് കൊടുക്കട്ടെ റളിയല്ലാഹു അൻഹു. കാരണം ഫഇന്നഹു അന്ദാ സൗതൻ മിൻക, ഇതിനേക്കാൾ മധുരമുള്ളതും ഉയർന്നതുമായ ശബ്ദം ബിലാലിൻ്റെതാണ്. അവിടെ നിന്നാണ് നമ്മൾ ഉലമാക്കൾ തെളിവ് പിടിക്കുന്നത്, ബാങ്ക് കൊടുക്കുന്ന ആൾ എപ്പോഴും നല്ല ശബ്ദവും നല്ല ഉയർന്ന വോയിസും ഉള്ള ആളായിരിക്കണം എപ്പോഴും ബാങ്ക് കൊടുക്കേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ ബാങ്ക് കൊടുക്കാൻ അനുവദിച്ചില്ല. പിന്നെ ആരോടാ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് നിയമമായി. ഈ ബാങ്ക് നിയമമാകുന്നതും മദീനയിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം, ഹിജ്റ ആദ്യ വർഷങ്ങളിലാണ്. അപ്പോൾ ഇവിടെ അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഫുൾ പേര് അബ്ദുല്ലാഹിബ്നു സെയ്ദ് ഇബ്നു അബ്ദി റബ്ബിഹീന. വേറൊരു സഹാബിയുണ്ട് അബ്ദുല്ലാഹിബ്നു സെയ്ദ് ഇബ്നു ആസിം എന്ന് പറഞ്ഞാൽ, അത് വേറെ സഹാബി. അദ്ദേഹം ഈ വുളൂഇൻ്റെ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ റിവായത്ത് ചെയ്തത്. ഈ സഹാബിയുടെ പ്രത്യേകത എന്താ അറിയോ? ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നത്, അബ്ദുല്ലാഹിബ്നു സെയ്ദ് ഇബ്നു അബ്ദി റബ്ബിഹി എന്നുള്ള സഹാബിക്ക് ചരിത്രത്തിൽ ഈ ഒരു ഹദീസ് അല്ലാതെ വേറെ ഒരു ഹദീസും അയാൾ റിവായത്ത് ചെയ്തിട്ടില്ല. വേറെ എവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസില്ലേ, ഒരുപാട് സംഭവങ്ങളില്ലേ, അവിടങ്ങളിലൊന്നും ഈ സംഭവത്തിലല്ലാതെ, ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ആ മനുഷ്യൻ്റെ പേര് വന്നിട്ടില്ല. ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലോചിച്ച് നോക്കിയേ, ആ ഒറ്റ സ്ഥലമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, ആ കിട്ടിയ ഭാഗ്യം, അത് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറേ എന്തൊക്കെയോ സംഭവമായിട്ട് വേണ്ട ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ. ആ മനുഷ്യൻ എന്താ ചെയ്തത്? റസൂലുള്ളാഹിൻ്റെ ചിന്ത, ടെൻഷൻ അതേപോലെ സ്വന്തത്തിലേക്ക് ആവാഹിച്ച് ആ ടെൻഷനോടുകൂടി പോയി കിടന്നുറങ്ങി. ബാക്കി ഇത്രയും സഹാബാക്കൾ ഉണ്ടായിട്ടും അള്ളാഹു ആ ടെൻഷൻ അദ്ദേഹം എടുത്തത് കാരണം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു, ഈ വാർത്ത അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ തുടങ്ങിയപ്പോഴുണ്ട് ഒരാൾ മുണ്ടൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ഓടി പള്ളിയിലേക്ക് വരുന്നു. മുണ്ടും ഇങ്ങനെ മേൽമുണ്ടും ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ട് ധൃതിയിൽ ഓടി ഉറക്കത്തെഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുന്നു. ആരാത്? ഉമർ ഇബ്നുൽ ഖത്താബ്. നബിയെ, ഞാനും കണ്ട്. ഈ പറഞ്ഞ വാചകങ്ങൾ മുഴുവനും ഇന്ന് സ്വപ്നത്തിൽ ഞാനും കണ്ടു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷം. കാരണം ആദ്യം ഒരാളല്ലേ കണ്ടിട്ടുള്ളൂ, ഇപ്പോൾ രണ്ടാൾ കണ്ടപ്പം അത് സത്യം തന്നെയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് റസൂലുള്ളാഹിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായി. നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമ്മൾ പല വട്ടം നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിച്ച, ഇപ്പോൾ ഞാൻ ഫത്ഹുൽ മുഈൻ വിഷയം ഫിഖ്ഹിൻ്റെ കിതാബ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്നതിനിടയിൽ അവിടെ ഒരു ചർച്ചയുണ്ട്. ഫിഖ്ഹിൻ്റെ കിതാബിൽ ബാങ്കാണോ ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ല ഇമാമത്താണോ? നമ്മൾ പൊതുജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ, ഒരു സർവേ ഇങ്ങനെ എടുത്തു നോക്കി, ഒരു മൈക്കും പിടിച്ചോട്ട് ബാങ്കാണോ ശ്രേഷ്ഠം, ഇമാമത്താണോ? എല്ലാവരും എന്താ പറയുക? ഇമാമത്താണ്. പക്ഷേ ഇമാം നവവി റഹിമഹുള്ളയുടെ അഭിപ്രായം, ആ അഭിപ്രായം തന്നെയാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ പ്രബലമായ അഭിപ്രായം. ബാങ്കാണ് ഇമാമത്തിനേക്കാൾ ശ്രേഷ്ഠമെന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഇമാമിന് നല്ല പരിഗണന ഉണ്ടാവും. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പരിഗണന ഉണ്ടാവില്ല, ശമ്പളവും കുറവായിരിക്കും. എല്ലാവരും മെക്കിട്ട് കയറുന്ന ആൾ മുഅദ്ദിൻ എ സി ഇട്ടാലും കുഴപ്പം, എ സി ഓഫാക്കിയാലും കുഴപ്പം, ഫാൻ ഇട്ടാലും കുഴപ്പം, ഫാൻ ഓഫ്. എല്ലാവർക്കും ഒരു ചണ്ട പോലെയാണ്. എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കും വന്ന് കൊട്ടാനുള്ള ഒരു സ്ഥലമാണ് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം പറയും, ഇമാം നവവിയെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞത് ബാങ്കാണ് ഇമാമത്തിനേക്കാൾ ശ്രേഷ്ഠമെന്നാണ്. ഷെയ്ഖ് ഉസ്മാൻ ഇതിനു മുമ്പ് ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഉസ്മാൻ അൽ ഖമീസ് എന്ന് പറഞ്ഞ കുവൈത്തി പണ്ഡിതനുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ അദ്ദേഹം. നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം PG ചെയ്തു, ഡോക്ടറേറ്റൊക്കെ എടുത്ത് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പം, ഒരു പണിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പം കുവൈത്തിലെ മുഅദ്ദിൻ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആപ്ലിക്കേഷൻ കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തെ ഒരു പള്ളിയിലേക്ക് വിളിപ്പിച്ചു, ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ട് പറയും, നിങ്ങളുടെ ഈ കഴിവ് വെച്ചിട്ട് നിങ്ങൾക്ക്
ഖാലിയുടെ പോസ്റ്റിലേക്ക് ഖാലി ആവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. കാരണം അത്രയും കഴിവുള്ള മഹത്വമുള്ള പണ്ഡിതനാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഇമാമത്തിൻ്റെ പോസ്റ്റിന് പോലും അപേക്ഷിക്കാതെ ഇപ്പോൾ എന്ത് പോസ്റ്റിന് അപേക്ഷിച്ചിട്ടുള്ളത്? വെറും മുഅദ്ദിൻ്റെ പോസ്റ്റിന് വേണ്ടി അപേക്ഷിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ ഹദീസുകളൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ കിതാബുകളൊക്കെ എടുത്ത് പരതി നോക്കിയപ്പോൾ ഇമാമത്തിൻ്റെ വിഷയത്തിൽ രണ്ട് ശ്രേഷ്ഠതകളെ കണ്ടിട്ടുള്ളൂ. ഒന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിരുന്നു എന്നുള്ള ശ്രേഷ്ഠത. രണ്ടാമത് അൽ ഇമാമു ളാമിനുൻ വൽ മുഅദ്ദിനു അമീനു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്. ഈ രണ്ട് ഹദീസ് മാത്രമേ ഇമാമിൻ്റെ ശ്രേഷ്ഠതയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ഫലായിലുകളും മുഴുവൻ ശ്രേഷ്ഠതകളും വന്നിട്ടുള്ളത് ഏത് വിഷയത്തിലാണ്? അദാൻ്റെ ബാങ്കിൻ്റെ വിഷയത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ചേരുമ്പോൾ ഇത്രയും വലിയ ശ്രേഷ്ഠമായ ഒരു ജോലി നിർവഹിച്ചുകൊണ്ട് തുടങ്ങണമെന്ന് എനിക്കൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ചേർന്നതെന്ന് പറഞ്ഞു. എത്ര ഹദീസുകളിലെ മുഅദ്ദിനീങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നതിൻ്റെ പേരിൽ അവരുടെ കഴുത്ത് നീളമായ രീതിയിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിനോട് നാളെ ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നത് മുഅദ്ദിനീങ്ങളായിരിക്കുന്ന. ബാങ്കിൻ്റെയും ഒന്നാമത്തെ സഫിൻ്റെയും മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നറുക്കെടുക്കേണ്ടി വന്നാൽ ആ നറുക്കെടുക്കാൻ പോലും നിങ്ങൾ തയ്യാറാവുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ 3 ആൾക്കാർ നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരും പേടിച്ചടച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് മിസ്കിൻ്റെ കസ്തൂരിയുടെ വലിയൊരു കുന്നിൻ്റെ മേലായിരിക്കും. അവർക്ക് യാതൊരു പേടിയും ഉണ്ടാവില്ല. യഗ്ബിതുഹുമുൽ അവ്വലൂന വൽ ആഖിറൂൻ. മുൻഗാമികളും പിൻഗാമികളൊക്കെ അവരെ ഇങ്ങനെ നോക്കിയിട്ട് അസൂയപ്പെടും. കാരണം ബാക്കിയെല്ലാവരും വിയർപ്പിൽ മുങ്ങി സൂര്യൻ്റെ താഴെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ മിസ്കിൻ്റെ കസ്തൂരിയുടെ കുന്നിൻ്റെ മേലെ ഇങ്ങനെ സുഖിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അസൂയ തോന്നുന്ന ആ 3 ആൾക്കാരിൽ ഒരാളായിട്ട് റസൂലുള്ളാഹി എണ്ണിയത് 5 വക്തിനും അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് സമയം ചില പ്രാവശ്യങ്ങളിലായിട്ടാണ് എപ്പോഴും കൃത്യമായിട്ട് മുഅദ്ദിനാകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്നിരുന്നാൽ പോലും ബാങ്ക് കൊടുക്കാൻ കിട്ടുന്ന അവസരമൊന്നും നമ്മൾ പാഴാക്കരുത്. ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം. ബാങ്ക് കൊടുക്കണമെങ്കിൽ വലിയ പള്ളികളിൽ പോയി കൊടുക്കണമെന്നൊന്നും നിയമമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പള്ളികളുണ്ടാവും, ജുമാ ഒന്നും ഇല്ലാത്ത നമ്മൾ പറയുക സറാംബികൾ എന്നൊക്കെ പറയുന്ന ചെറിയ പള്ളി ഉണ്ടാവും. അവിടുത്തെ ഒരു പതിവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോൾ വെള്ളിയാഴ്ച ജുമാ ഇല്ലാത്തതുകൊണ്ട് ഉസ്താദ് നാട്ടിൽ പോകും. പിന്നെ ഉസ്താദ് ശനിയാഴ്ച രാവിലത്തെ മദ്രസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയോ ആയിരിക്കും തിരിച്ചെത്തുക. അപ്പോൾ ആ ഒരു 5 വക്ത് ആ ഒരു ദിവസത്തെ നമസ്കാരങ്ങളിൽ ബാങ്ക് കൊടുക്കാൻ ചിലപ്പോൾ അധികവും പള്ളിയിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെയുള്ള പള്ളികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉസ്താദിനോട് പോയി സംസാരിക്കാം. ഇനി മുതൽ ഉസ്താദ് വ്യാഴാഴ്ച തീരത്തോട് പോയിക്കോ, ഞാൻ ബാങ്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കുക. അങ്ങനെ ആ ഒരു ദിവസത്തെങ്കിലും ബാങ്കിൻ്റെ കൂലി നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരിക്കലും പാഴായി പോവില്ല. പക്ഷെ അത് നമ്മുടെ ക്ലാസ്സിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് കൊടുക്കാത്തതായിട്ടുള്ള ഒരാൾ പോലും ഇനി ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഒരിക്കലെങ്കിലും ക്ഷണിക്കാത്തതായി ഒരാളും ഈ ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ പറയണം. അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ ക്ഷണിക്കാത്തതായി ഒരാൾ പോലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത വക്ത് മുതൽ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ആ അവസരം മുതലെടുത്തിട്ട് നമ്മൾ നമ്മുടെ പള്ളിയിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ റമളാനിൻ്റെ ബാങ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ അടുത്ത അസറിനാണ് പറഞ്ഞത്. പിറ്റേന്ന് ലൊഹറിന് ഭയങ്കര ഒച്ചപ്പാടും പോകണം. നോക്കുമ്പോൾ 2 സഹോദരന്മാർ തമ്മിലടിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ അന്നത്തെ അസറിൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ബാങ്കിൻ്റെ ഫലായിൽ പറഞ്ഞതിൻ്റെ തൊട്ടുടനെ തന്നെ 1-ാമത്തെ സഫിൻ്റെ ഫലായിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് ലൊഹറിനും നമ്മുടെ പള്ളിയിൽ 1-ാമത്തെ സഫ് കാലിയാണ്, പിന്നെ അസറിനും 1-ാമത്തെ സഫ് കാലിയാണ്. ആൾക്കാർ തമ്മിലടിക്കുന്നത് എന്താ? ബാങ്ക് കൊടുക്കൽ കുറച്ചും കൂടി നല്ല പണിയാണ്. മറ്റേത് 1-ാമത്തെ സഫിന് നേരത്തെ വന്നിരിക്കണം, അത് പറ്റൂല. ബാങ്കിൻ്റെ സമയത്ത് ഒതുവും വേണമെങ്കിൽ അവിടെ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ബാങ്കിന് ഭയങ്കര അങ്ങനെയല്ല, അടികൂടാൻ വേണ്ടിയല്ല. നമ്മൾ അവസരങ്ങൾ മുതലെടുത്തിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴും ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. അത് നമ്മൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പോലും എന്ന് ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. അതായത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു, എന്നിട്ട് ഈ പള്ളിയിൽ ഈ ജമാഅത്തിൻ്റെ കൂടെ അല്ല നമ്മൾ നമസ്കരിക്കുന്നത്. ഉദാഹരണം പറയാം, നമ്മൾ രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് സുബൈക്ക് എഴുന്നേറ്റു, പിന്നെ ബാത്റൂമിലെല്ലാം പോയി കുറച്ച് ലേറ്റായി വണ്ടി എടുത്ത് വന്നപ്പോഴത്തേക്ക് സുബൈസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോന്നു. നമ്മൾ ഇനി പള്ളിയിൽ കയറണ്ടെന്ന് വിചാരിച്ച്, ഒരു സാങ്കല്പിക മസല പറയുകയാണ്, പള്ളിയിൽ കയറണ്ടെന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിൽ പോയി നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ സുന്നത്താണ്? ബാങ്ക് കൊടുക്കലും സുന്നത്താണ്, ഇഖാമത്ത് കൊടുക്കലും സുന്നത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബാങ്ക് കേട്ടതല്ലേ. എന്നിരുന്നാൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനാണെങ്കിൽ രണ്ടാമതൊന്നുകൂടി ബാങ്ക് കൊടുക്കൽ സുന്നത്ത്. അപ്പോൾ നമ്മളത് അധികം ആരും ചെയ്യാറില്ല. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് നമസ്കരിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കുക. വീട്ടിലോ മറ്റോ ഒറ്റയ്ക്ക് നമസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ നമസ്കരിക്കാൻ ശ്രമിക്കും. സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഖാമത്ത് സുന്നത്താണ്. അപ്പോൾ പലപ്പോഴും വീട്ടിൽ നമസ്കരിക്കുന്ന സ്ത്രീകൾ ഇഖാമത്ത് കൊടുക്കാണ്ട് പെട്ടെന്ന് തന്നെ നമസ്കരിക്കുക ചെയ്യില്ല. പക്ഷെ അവർ പതുക്കെ, ഒച്ചത്തിലല്ല, പതുക്കെ ഇഖാമത്ത്, ബാങ്ക് അവർക്ക് സുന്നത്തില്ല,
ഇഖാമത്ത് കൊടുത്തിട്ട് വേണം അവർ നമസ്കരിക്കാൻ വേണ്ടി. നമ്മൾ പറഞ്ഞല്ലോ സീറയുടെ ക്ലാസ് ആണെങ്കിലും എല്ലാ വിഷയവും നമ്മുടെ ക്ലാസ്സിൽ വരും. ഫിഖിൻ്റെ അത്യാവശ്യമുള്ള മസലകളും നമുക്ക് പഠിക്കപ്പെടും, പഠിപ്പിക്കപ്പെടും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ബാങ്കിൻ്റെ വിഷയം എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ ഹിജ്റ കഴിഞ്ഞ ഉടനെ ആദ്യകാലത്ത് സംഭവിച്ച മറ്റൊരു സംഭവമാണ്, ഒരിക്കൽ മദീനയുടെ പുറത്ത് ഒരാട്ടിടയൻ കുറച്ച് ആടുകൾ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരനായിട്ടാണ്, മദീനയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവൻ അറിയുന്നില്ല. അവൻ മദീനയുടെ പുറത്ത് താമസിക്കുന്നവനാണ്, ആടുകളുമായി ബന്ധമുള്ള ഒരു സാധാരണ അടിമ അല്ലെങ്കിൽ സാധാരണ ഒരു ആട്ടിടയൻ. അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെന്നായ അവൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ മേലയിലേക്ക് ചാടി വീണു. അതിലൊരു ആടിനെയും പിടിച്ചിട്ട് ആ ചെന്നായ ഓടി. ഈ ആട്ടിടയൻ അവൻ ആ ചെന്നായയുടെ പിന്നാലെ പോയി അവസാനം പിടിച്ച് ചെന്നായ തിരിച്ച് വലിക്കാൻ തുടങ്ങി. ആ സമയത്ത് സാധാരണ പട്ടി ചെന്നായൊക്കെ നമ്മൾ അടുത്തു പോയാൽ പേടിച്ചോടുമല്ലോ. പേടിച്ചോടുന്നതിന് വരെ ചെന്നായ തിരിഞ്ഞ് സാധാരണ പട്ടികളൊക്കെ ഇരിക്കാറുള്ളത് പോലെ ബാക്കിലെ 2 കാലം നിലത്ത് വെച്ച് മുമ്പിലെ 2 കാലം ഇങ്ങനെ നാട്ടിയിട്ട് പട്ടികളിങ്ങനെ ഇരിക്കുന്നില്ലേ, അതുപോലെ ഇരുന്ന് ഈ ആട്ടിടൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അല തത്തഖില്ല, അല്ല നീ അള്ളാഹിനെ തഖ്വ സൂക്ഷിക്കുന്നില്ലേ? തൻസിഉ മിന്നി റിസ്ഖൻ സാഖഹുല്ലാഹു ഇലയ്യ, അള്ളാഹു എന്നിലേക്ക് വലിച്ചു കൊണ്ടുവന്ന ഒരു റിസ്ക് നീ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയാണോ? ആരാ ചോദിക്കുന്നത്? ഒരു ചെന്നായ. ആട്ടിടയൻ ആകെ ബേജാറായി, പേടിച്ച് അത്ഭുതപ്പെട്ട്. എന്നിട്ട് ആട്ടിടയൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഇന്ന ഹാദാ ലഹു അൽ അജബ്, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ. ദിബുൻ യുഖിഇ അലാ ദനബിഹി, ഒരു ചെന്നായ അതിൻ്റെ വാലിൻ്റെ മേൽ ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് യുക്കല്ലിമുനി ബികലാമിന്നാസ്, ജനങ്ങൾ സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുന്നത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഈ സമയത്ത് ആ ചെന്നായ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അല ഉനബ്ബിഉക ബിമാ ഹുവ അഅജബു മിൻ ഹാദാ, ഇപ്പം നീ കേട്ട ചെന്നായുടെ സംസാരം എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ കാര്യമല്ലേ? ഇതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയസ്രിബ്, അതാ ആ മദീനക്ക് പട്ടണത്തിനുള്ളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പ്രവാചകൻ യുഹദ്ദിസുന്നാസ ബിഅംബാഇ മാ ഖദ് സബഖ്, പണ്ട് കഴിഞ്ഞ് നടന്നുപോയ പല കാര്യങ്ങളെപ്പറ്റിയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത്ഭുതകരമായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ പലതും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ അവിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യം അതാണ്, അതാദ്യം നീ പോയി നോക്കുക എന്ന് പറഞ്ഞു. ആട്ടിടയൻ ആകെ ബേജാറായി. അവൻ്റെ ആടുകളൊക്കെ കൂട്ടിയിട്ട് ആ സമയത്ത് തന്നെ നേരെ മദീനത്തെ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് ഫസാവാഹ അതിനൊരു സൈഡിലേക്ക് ഇങ്ങനെ വിട്ടു. എന്നിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് നബി തങ്ങളോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദ്, നബി തങ്ങൾ പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടി വന്നു. അമറ, നബി തങ്ങൾ കൽപ്പിച്ച് എല്ലാവരോടും ഒരുമിച്ച് കൂട്ടി. അസ്സലാത്തു ജാമിയ, അസ്സലാത്തു ജാമിയ എന്ന് പറഞ്ഞ് എല്ലാവരെയും പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ആട്ടിടയനെ അവരുടെ മുന്നിൽ നിർത്തിയിട്ട് അവരോട് ആ മുഴുവൻ സഹാബാക്കളോടും ഈ കാര്യം പറഞ്ഞു കേൾപ്പിക്കാൻ ആട്ടിടയനോട് പറഞ്ഞു. ഈ സംഭവം ഇങ്ങനെ വായിച്ചു വരുന്നതിനിടയിൽ നമുക്ക് കുറേ കാര്യം പറയാനുള്ളത്, ഇത് പറയണോ വേണ്ടതെന്ന് എനിക്കാദ്യം സംശയമായിരുന്നു. അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിടയനെ കൊണ്ട് സഹാബാക്കൾക്ക് പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ സഹാബാക്കൾക്ക് കേൾപ്പിച്ച കഥ നമ്മളെങ്ങനെ കേൾക്കാതിരിക്കുക? അതുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് പറയാൻ തീരുമാനിച്ച. അപ്പോൾ സഹാബാക്കളോട് നിബിധങ്ങൾ പറഞ്ഞു, ആട്ടിടയൻ നീ ആ കാര്യം പറഞ്ഞു കേൾപ്പിക്കാൻ. ആട്ടിടയൻ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സദഖ, ആട്ടിടയൻ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് അവസാന കാലഘട്ടമാകുമ്പോൾ ഖിയാമത്ത് നാളിന് മുമ്പേ നടക്കുന്ന 3 അത്ഭുത പ്രതിഭാസങ്ങളെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു. ഇതൊക്കെ ഹിജ്റക്ക് തൊട്ടുടനെ നടക്കുന്ന സംഭവങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ തഖൂമു സ്സാഅതു, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കില്ല 3 കാര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ. ഒന്നാമത്തെ കാര്യം എന്താ? ഹത്താ തകല്ലമ സിബാ, വന്യമൃഗങ്ങൾ സംസാരിക്കും. അതിപ്പോൾ സംസാരിച്ചല്ലോ, ചെന്നായ വന്യമൃഗമാണ്. ഇപ്പോൾ ഒന്നാമത്തെ അടയാളം, ഖിയാമത്ത് നാളിൻ്റെ ഒന്നാമത്തെ അടയാളം അത് സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത് വതകല്ലമു റജുല അദബതു സൗതിഹിന, ഒരു മനുഷ്യനോട് ആ മനുഷ്യൻ്റെ ചാട്ടവാറിൻ്റെ അഗ്രഭാഗം സംസാരിക്കുക. ഒരു മനുഷ്യൻ കയ്യിലൊരു വടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ വടിയുടെ അഗ്രഭാഗം ആ മനുഷ്യനോട് സംസാരിക്കുക. അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ കാലത്ത് നമ്മുടെ കയ്യിലുള്ള ഡിവൈസുകൾ സംസാരിച്ചു തുടങ്ങിയല്ലേ, AI-യും ജെമിനിയും ഒക്കെ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരെ നല്ല പ്യൂറായിട്ട് ഉത്തരം പറഞ്ഞു തരല്ലേ. ജെമിനി അല്ലെങ്കിൽ AI, ഇന്ന് ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കാൻ പോകുന്നു, എന്ത് വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു വെള്ള വസ്ത്രം ധരിക്കൂ, പള്ളിയിലേക്കല്ലേ പോകുന്നത് എന്നൊക്കെ പറഞ്ഞല്ലേ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? AI-യുടെ സിസ്റ്റം അടുവരെ എത്തി, നമ്മുടെ കയ്യിലുള്ള ഡിവൈസുകൾ വരെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ല. അത് ഇനിയും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള ചാട്ടവാറിൻ്റെ അഗ്രഭാഗം, മുകൾ ഭാഗം അവനോട് സംസാരിക്കും ഖിയാമത്ത് നാളാകുന്നതിന്. എന്നിട്ട് അടുത്ത 3-മത്തെ കാര്യം കൂടി റസൂലുള്ളാഹി പറഞ്ഞു, വതുഖ്ബിറുഹു ഫഖിദുഹു ബിമാ അഹ്ദസ അഹ്ലുഹു ബഅദുഹു, അവൻ്റെ തുട അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവൻ്റെ കുടുംബക്കാർ, വീട്ടുകാർ, ഭാര്യമാരൊക്കെ ആ വീട്ടിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്തത്, അവൻ്റെ അസാന്നിധ്യത്തിൽ
അവർ വീട്ടിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ തുട അവനോട് സംസാരിക്കുന്നു. അള്ളാഹു അലം. അതും അതിൻ്റെ വിശദീകരണം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കും. ഇന്നിപ്പോൾ CCTV ക്യാമറയും ചിപ്പിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെയും അപ്പുറത്തേക്ക് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ തുട അവൻ്റെ അസാന്നിധ്യത്തിൽ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ്റെ വീട്ടുകാർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്നതിനെപ്പറ്റി സംസാരിക്കും. അതും സംഭവിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് എന്നർത്ഥം. അപ്പോൾ ആ കാര്യം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാ, സമയമുണ്ടല്ലോ അല്ലേ? ഇനി 5 മിനിറ്റ് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ അതിനുശേഷം പിന്നെ ഹിജ്റ 2-ാമത്തെ വർഷമായി. 1-ാമത്തെ വർഷം കഴിഞ്ഞു, 2-ാമത്തെ വർഷമായി. 2-ാമത്തെ വർഷം റമളാനിലാണല്ലോ ബദർ നടക്കുന്നത്. റജബ് എത്തിയപ്പോൾ റജബിൽ വേറൊരു സംഭവം ഉണ്ടായി. അത് തഹ്വീലുൽ ഖിബ്ല. ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ നമസ്കരിച്ചിരുന്നത് ഷാമിലുള്ള ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ആഗ്രഹം മക്കയിലുള്ള കാബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെന്നായിരുന്നു. പക്ഷേ ആ കൽപ്പന വന്നിട്ടേ ഇല്ല. മദീനയിൽ എത്തിയിട്ട് റസൂൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കുമായിരുന്നു. ഖിബ്ല മാറാനുള്ള കൽപ്പനയായിട്ട് ജിബ്രീൽ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനായത്തെ ഇറക്കിയപ്പം ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ. നബിയെ, നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ആകാശത്തിലേക്ക് നോക്കുന്നത് നാം കാണുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഖിബ്ലയിലേക്ക് ഞാൻ നിങ്ങളെ മാറ്റാം എന്ന ആയത്തിറക്കി. ഏകദേശം മദീനത്തെത്തിയിട്ട് 16 മാസം അല്ലെങ്കിൽ 17 മാസം, അതായത് ഹിജ്റ 2-ാം വർഷം റജബ് ആയപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് എവിടേക്ക് മാറാൻ പറഞ്ഞു? മക്കയിലുള്ള കഅബൽ മുക്കറമയിലേക്ക് ഖിബ്ല മാറാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ളുഹറിൻ്റെ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. അപ്പോൾ ആ ളുഹർ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ബിശ്ർ എന്ന് പറഞ്ഞ ഒരു സഹാബി വനിതയും അവരുടെ വീട്ടുകാരെയും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ നാട്ടിലേക്ക്, അവരുടെ സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെ അവർ ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ളുഹർ നമസ്കരിക്കാൻ സമയമായപ്പോൾ സഹാബാക്കളെയും കൂട്ടിയിട്ട് ളുഹർ നമസ്കരിച്ചു. 2 റക്അത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ തന്നെ അവിടെ തിരിഞ്ഞ് നേരെ കാബക്ക്, ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് തിരിഞ്ഞ് കാബയുടെ നേരെ അഭിമുഖീകരിച്ചു. ആ സ്ഥലമാണ് ഇന്ന് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? നമ്മൾ ഉംറക്ക് പോയവരും ഹജ്ജിന് പോയവരും ഒക്കെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ സന്ദർശിച്ചിട്ടുണ്ടാവും. 2 ഖിബ്ല ഇങ്ങനെയുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിരുന്നിന് പോയ സമയത്ത് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന ഹദീസ് ലൈഫാന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ബേജാറൊന്നും വേണ്ട. അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ നിന്നാണോ ഇറങ്ങിയത്, അതല്ല വേറെ സമയത്താണോ ഇറങ്ങിയതെന്നൊക്കെ അഭിപ്രായം. അത് ചരിത്രപരമായ അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പേര് വരാൻ കാരണം ളുഹർ നമസ്കാരം 2 റക്അത്ത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല മാറിയുണ്ട്. അവൻ അവിടെ നിന്നുള്ള ഒരു സഹാബി ഈ വാർത്തയൊക്കെ കേട്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ മക്കയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച് പിന്നെ നടന്നു വരുന്ന സമയത്ത് ബനു ഹാരിസ് എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിൻ്റെ പള്ളി, അസർ നമസ്കാരത്തിൽ ആ പള്ളിയുടെ അവിടെ എത്തിയപ്പോൾ ജനങ്ങളെല്ലാം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കും. കാരണം അവർക്ക് വിവരം കിട്ടിയിട്ടില്ല. അവിടെ വെച്ച് ഈ സഹാബി ഒച്ചത്തിൽ ചോദിച്ചു, അല്ല നിങ്ങൾ അറിഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി, നബി തങ്ങൾ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് തിരിഞ്ഞ് മക്കയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി. നമ്മളാണെങ്കിലോ 1000 ചോദ്യം. ആരാത് പറഞ്ഞത്? വാർത്ത ശരിയാണോ? ഏത് വാട്സപ്പിലാണ് വന്നത്? കുറേ ചോദ്യം. സഹാബാക്കൾ അങ്ങനെയൊന്നുമില്ല. റസൂലുള്ളാഹി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും റുക്കൂയിലായിരുന്നു. റുക്കൂയിൽ നിന്ന് തന്നെ തിരിഞ്ഞു എന്നാ. എഴുത്തുകാലായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് തിരിയാൻ ഭയങ്കര എളുപ്പമാണല്ലോ, അങ്ങനെ വിചാരിച്ചില്ല. റുക്കൂയിൽ നിന്ന് ആ കൽപ്പന കിട്ടിയ ഉടനെ അതായിരുന്നു സഹാബ്. സമീഅനാ വാഅതഅനാ, കേട്ട അപ്പം അനുസരിക്കും. വിശ്വാസയോഗ്യനായ ഒരു സഹാബിയാണ് പറഞ്ഞത്. ഇനി വേറൊന്നും നോക്കണ്ട. അവരപ്പം തന്നെ നേരെ ഉൾട്ടയായിട്ട് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കാബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു എന്നാണ്. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് ഖുബ നമുക്കറിയാം, മദീനത്തെ പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. മസ്ജിദ് ഖുബയിൽ സുബഹി നമസ്കാരത്താണ് ഈ വാർത്ത കിട്ടുന്നത്. അപ്പോൾ സുബഹിയുടെ നമസ്കാരം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വാർത്ത കിട്ടുന്നത് അവരും ഇതുപോലെ നമസ്കാരത്തിൻ്റെ ഇടക്ക് നേരെ തിരിഞ്ഞു വന്ന് ഹദീസിൻ്റെ കിതാബുകൾ വന്നിട്ടുണ്ട്. പ്രശ്നം അവിടെയല്ല. പണ്ട് ഷാമിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന സമയത്ത് യഹൂദികൾക്ക് അത് വലിയ സന്തോഷമുള്ള വിഷയമാണ്. കാരണം നമ്മളെപ്പോലെ മുസ്ലിങ്ങളും നമസ്കരിക്കുകയാണല്ലോ. പക്ഷേ ഖിബ്ല മാറി അത് പിന്നെ മക്ക ആയപ്പോൾ കാബ ആയപ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതും ഖുർആനിൽ പറയും, സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. കുറേ വിഡ്ഢികൾ പറയും, നബിയെ ഇത്രയും കാലം നിങ്ങൾ ഒരു ഖിബ്ലയിൽ തിരിഞ്ഞ് നമസ്കരിച്ചു, ഇപ്പം എന്താ പെട്ടെന്ന് അങ്ങ് മാറിയെന്നൊക്കെ ചോദിക്കും. അവരൊന്നും നിങ്ങൾ മൈൻഡാക്കാൻ നിൽക്കണ്ട. അവരോട് പറഞ്ഞേരെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞേരെ എന്ന് ശക്തമായിട്ട് ഖുർആൻ മറുപടി കൊടുക്കുന്നുണ്ട്. യഹൂദികൾക്ക് ഇതിൻ്റെ പേരിൽ ഭയങ്കര അസൂയായി. മുസ്ലിമികളെ പലതരത്തിലും കുറ്റം പറയാൻ തുടങ്ങി. അവർക്ക് ഖുർആൻ മറുപടി കൊടുക്കുകയും ചെയ്തു. വിഷയം അതല്ല. മൊത്തത്തിൽ യഹൂദികൾ നമ്മളോട് അസൂയ വെക്കുന്നത് 3 കാര്യത്തിലാണ്. എത്ര കാര്യത്തിലാണ്? നമ്മുടെ 3 കാര്യത്തിൻ്റെ മേലാണ് യഹൂദികൾക്ക് ഭയങ്കര അസൂയുള്ളത്. ആ ഹദീസ് കൂടി നമുക്ക് വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹു പറയാം,
ഒരിക്കലും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു യഹൂദിയായ മനുഷ്യൻ വന്ന് അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി അയാൾക്ക് അനുവാദം നൽകി. അയാൾ കയറിയിട്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. എന്താ ശരിക്കും പറയേണ്ടത്? അസ്സലാമു അലൈക്കും, താങ്കളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സാം എന്ന് പറഞ്ഞാൽ മരണമാണ്, അൽ മൗത്തു അലൈക്കും, അതൊരു ശാപ പ്രാർത്ഥനയാണ്, നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും എന്ന് പറഞ്ഞു. ആയിഷ ബി പറയും, എനിക്കിത് സഹിച്ചില്ല, ഞാൻ അയാൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. ഫറഅയ്തു ഖറാഹിയത ഫി വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിദാലിക. ഞാൻ മറുപടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ റസൂലുള്ളാഹിക്ക് അത് ഞാൻ മറുപടി കൊടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് അവിടുത്തെ മുഖത്ത് നിന്ന് മനസ്സിലായി. ഞാൻ പിടിച്ചിരുന്നു. സുമ്മ ദഖല സാനിയ, കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമതും അയാൾ പ്രവേശിച്ചു റസൂലുള്ളാഹിൻ്റെ അടുക്കൽ. അപ്പോഴും അയാൾ അസ്സാമു അലൈക്കും ശാപ പ്രാർത്ഥന നടത്തി. നബി തങ്ങൾ അപ്പോഴും ശാന്തനായിട്ട് വഅലൈക്കും എന്ന് പറഞ്ഞു. എനിക്ക് സഹിച്ചില്ല, ഞാൻ രണ്ടാമത് അയാൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിന്ന്. റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമല്ല എന്ന് മനസ്സിലാവുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. മൂന്നാമതും ഇതേ മനുഷ്യൻ വീണ്ടും റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക്. അതായത് യഹൂദികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരും. എന്നിട്ട് നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കും, അതിനെക്കുറിച്ച് നീ ഉത്തരം പറഞ്ഞാൽ ഞാൻ എന്തായാലും വിശ്വസിക്കും എന്ന് പറയും. ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനായിരിക്കും. ഇങ്ങനെ റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഇതേപോലെയുള്ള ശാപ പ്രാർത്ഥനകൾ നടത്താനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹിയുടെ അടുക്കൽ വരുന്ന യഹൂദികളുണ്ടായിരുന്നു. അങ്ങനെ വന്ന ആളാണ് ഇയാൾ. മൂന്നാമതും വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി അപ്പോഴും വഅലൈക്കും എന്ന് പറഞ്ഞു, സലാം എന്ന് പറഞ്ഞു, വഅലൈക്കും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം കൂടി ആയപ്പോഴത്തേക്ക് ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൺട്രോൾ വിട്ട് അവർ ചാടി എഴുന്നേറ്റ് ഒച്ചത്തിൽ പറഞ്ഞു, വലിസ്സാമു അലൈക്കും വഗളബുല്ലാഹി വലഅനതുഹു ഇഖ്വാനുൽ ഖറദതി വൽ ഖനാസിർ. ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലല്ല, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപവും കോപവും മരണവും ഒക്കെ ഉണ്ടാവട്ടെ, പിന്നെ കൊരങ്ങന്മാരുടെയും പന്നികളുടെയും സഹോദരന്മാരെ എന്ന് വിളിച്ച് അവരെ ചീത്ത വിളിച്ചു. കാരണം എന്താ, അവരിൽ പലരെയും അള്ളാഹു പണ്ട് കൊരങ്ങന്മാരായിട്ട് രൂപമാറ്റം ചെയ്തിട്ടുണ്ടല്ലോ. പന്നികളുടെ കൊരങ്ങന്മാരുടെ സഹോദരന്മാരെ, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഒക്കെ ഉണ്ടാവട്ടെ, റസൂലുള്ളാഹിൻ്റെ മേലല്ല മരണം ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞു. കാരണം ആയിഷ ബീവി എന്ന് പറഞ്ഞൊരു സംഭവം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയേണ്ടത്, ബദറിന് മുമ്പ് സംഭവിച്ച സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ആയിഷ ബീവിയുമായിട്ടുള്ള വിവാഹവും വീട് കൂടലൊക്കെയാണ്. മദീനത്തെത്തിയതിന് ശേഷമാണല്ലോ വീട് കൂടലും. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയേണ്ടത് ആയിഷ ബീവിയുമായിട്ടുള്ള വിവാഹവും അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും ആയിഷ ബീവിയുടെ ഫളായിലൊക്കെ പറയേണ്ടത്. ഭയങ്കര ഒരു സംഭവം അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ, തൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞു എന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ലേ പറയുന്നത്. അതവർ സഹിക്കോ? ഒരിക്കലും സഹിക്കില്ല. അവർക്ക് ദേഷ്യം പിടിച്ചു, അവർ പ്രതികരിച്ചു. അവരത് ചോദിക്കുകയും ചെയ്യുന്നത്, അതുഹയ്യൂന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ലം യുഹയ്യി ബിഹി. അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹു അഭിവാദ്യം ചെയ്യാത്ത ഒരു അഭിവാദ്യം കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യുമോ? എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു എന്ന് ചെറിയ പെണ്ണായ പ്രായത്തിൽ കുറഞ്ഞ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒച്ചത്തിൽ ചോദിച്ചു. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടിട്ട് ഫനളറ ഇലയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിലേക്ക് നോക്കി. ഫഖാല, എന്നിട്ട് ഉറമ, വേണ്ടായിരുന്നു ആയിഷ, എന്തിനാണ് ഞാൻ പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞാൽ പെർഫെക്റ്റാണ്. കാരണം എന്താ പറയുക, ചിലർ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്, നമ്മളെ ചൂടാക്കാനായിട്ട്, നമ്മളെ പ്രകോപിപ്പിക്കാനായിട്ട് പലതും പറയും. ആ പ്രകോപനമേറ്റ് നമ്മൾ ദേഷ്യം പിടിച്ച് ഓനെങ്ങനെ അതിന് മറുപടി കൊടുക്കണം, എന്നാൽ ഓനങ്ങനെ വിട്ടാൻ പാടില്ല, എന്താ എനിക്ക് പറയാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് അതിനെ മനസ്സിൽ കൊടുത്തിരുന്നാൽ ആർക്കവിടെ വീണ്ടും ദോഷം? നമുക്കാ ദോഷം, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നത്. അതേ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അതിനങ്ങ് നെവർ മൈൻഡ് ആക്കി. റസൂലുള്ളാഹി ഭയങ്കര ഒരു പോയിന്റാണ് പറഞ്ഞത്. ആദ്യം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫുഹ്ശ വല തഫഹുഷ്. ഫുഹ്ഷ് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ വരുന്ന മോശം പ്രയോഗങ്ങൾ, അത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ചിലർ സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ ചീത്തയായിരിക്കും, അല്ലെങ്കിൽ ശാപ, പല പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, പറയാൻ തുടങ്ങിയാൽ തന്നെ നശിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാപവാക്കുകൾ പലതും വന്നു പോകും. അങ്ങനെ വരുന്ന മോശം വാക്കുകൾക്ക് ഫുഹ്ഷ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു ഒരിക്കലും ഫുഹ്ഷിനെ ഇഷ്ടപ്പെടുന്നു. ഒറ്റ ഫഹുഷ് എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്യുന്നതിനാ പറയാം. അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞ ഒരു പോയിന്റ്, ഖാലു ഖൗലൻ, അവരൊരു വാക്ക് പറഞ്ഞു, ഫറദനാഹു അലൈഹിം, നമ്മൾ അവർക്ക് മറുപടി കൊടുത്തു. ഫലം യളുറന, അവർ നമുക്ക് ദുആ ചെയ്തിട്ട് നമുക്ക് കേൾക്കുമോ? ഇല്ല. പക്ഷേ ഞാൻ അവർക്ക് ദുആ ചെയ്തോ, ലസിമഹും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്കതിന് ശാപം ഉണ്ടാവുകയും ചെയ്യും. അത്രയേ ഉള്ളൂ, തീർന്നു, പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ നീ വെറുതെ മറുപടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി ഞങ്ങൾ അത്രയും പെർഫെക്റ്റാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇടപെടണോ അത് നന്നായിട്ടാണ്. ഈ ഒരു ഗുണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. കാരണം നമ്മളെ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമയം ഉണ്ടാവുമോ? കുറ്റം പറയുന്നവർ നമ്മൾ മരിക്കുന്നവരെ കുറ്റം പറയും. പക്ഷെ അതിനെങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ളത് നമ്മുടെ അവകാശം. റസൂലുള്ളാഹി ഇങ്ങനെ എടുത്തുപോലെ സിമ്പിളായിട്ട് എടുത്താൽ നമുക്ക് നല്ല സമാധാനം. അതിനെല്ലാം മനസ്സിൽ കൊടുത്ത് മറുപടി പറയാൻ നിന്നാലോ അതിനേ നേരെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പാഠം തരുന്ന ഒരു സംഭവമാണ്. ബാക്കി വാങ്ങിന് ശേഷം എടുക്കാം. അഹിമാറുൻ അൻത്, നിങ്ങളൊരു കഴുതയാണോ? നിങ്ങളല്ല കേട്ടോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളാഹിയോട് ഒരാൾ ചോദിച്ച ചോദ്യം. ആരാ ഉമർ ബിൻ അബ്ദുൽ അസീസ്?
അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, മുസ്ലിമീങ്ങളുടെ ഖലീഫ, അന്ന് ലോകത്തുള്ള മുഴുവൻ ശക്തികളെയും കിടികിടാ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യത്തിൻ്റെ സേനാനായകൻ, അത്രയും വലിയ മഹാനോട് അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കാൻ, പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരൻ വന്ന് ഒരിക്കൽ ചോദിക്കുന്ന ചോദ്യം, അഹിമാറുൻ അൻത്, നിങ്ങളെന്തൊരു കഴുതയാണോ? എന്തായിരുന്നു പറയുക അദ്ദേഹത്തിൻ്റെ മറുപടി? വളരെ സിമ്പിളായിട്ട്, ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഉമർ അബ്ദുൽ അസീസ് റഹിമുള്ള പറഞ്ഞു, അല്ല ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്, അല്ല ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. കഴിഞ്ഞു. മറുപടി എത്രയേ ഉള്ളൂ? നീ കഴുതയാണോ ചോദിച്ചാലോട്? അല്ല ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. ആ ചോദിച്ച ആൾ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാൽ, ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാൽ, ചമ്മി നാറി ഇളിമ്പ്യനായിട്ട് തിരിച്ചുപോയി. അപ്പം നമ്മളെയും ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വരുന്ന, ദേഷ്യം പിടിപ്പിക്കാൻ വരുന്ന പലരും ഉണ്ടാവും. അതൊക്കെ മനസ്സിൽ കൊടുത്ത് അവർക്കൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ സമയം കൂട്ടുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനോട് ചെയ്യുന്ന ദ്രോഹം, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. അതേ സമയത്ത് റസൂലുള്ള ചെയ്തതുപോലെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ചെയ്തതുപോലെ അതിനെ വളരെ ഈസിയായിട്ട് വിട്ടാൽ നമുക്ക് റാഹത്തായിട്ട് ജീവിക്കാം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് തുടരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി റജബിനാണല്ലോ ഈ സംഭവം നടന്നത്. അല്ല, ഈ ഹദീസ് എന്തിനാ പറഞ്ഞത്? അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, യഹൂദികൾ ഇന്നഹും ലാ യഹ്സുദൂന അലാ ഷൈഇൻ കമാ യഹ്സുദൂന. യഹൂദികൾ നമ്മളോട് 3 വിഷയത്തിലാണ് പ്രധാനമായിട്ടും അസൂയ വെക്കുന്നത്. അത് പറയാനുള്ളത് ഇത് പറഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം റസൂലുള്ളാഹി അത് പറഞ്ഞു. ഒന്നാമത്തത് യൗമുൽ ജുമുഅ. യഹൂദികൾക്ക് നമ്മളോടുള്ള ദേഷ്യം ഒന്നാമത്തെ വിഷയത്തിൽ എന്താ? യൗമുൽ ജുമുഅ അല്ലതി ഹദാനല്ലാഹു വദല്ലു അൻഹ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഇന്നത്തെ ഈ ദിവസം. അപ്പോൾ അവരത് കുറേ പരതി നടന്നിരുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാധാന്യമുള്ള ദിവസം ഏതാണെന്ന് നോക്കിയിട്ട്. പക്ഷെ അള്ളാഹ് അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അതിലേക്ക് അള്ളാഹു അവരെ ഹിദായത്തിലാക്കിയിട്ടില്ല. അങ്ങനെ അവർ പഴച്ചു പോയിട്ട് ശനിയാഴ്ച ദിവസമാണ് അവർ തിരഞ്ഞെടുത്തത്. അത് അള്ളാഹു ആർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമാക്കി കൊടുത്ത്? ഉമ്മത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂലിൻ്റെ ഉമ്മത്തായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് ഭയങ്കര അസൂയ, നമുക്ക് കിട്ടാണ്ട് അവർക്ക് ഇങ്ങനെ കിട്ടിപ്പോയല്ലോ എന്ന്. ഒന്നാമത്തെ വിഷയം അത്. രണ്ടാമത്തെ വിഷയം എന്താ? വഅലൽ ഖിബ്ല അല്ലതി ഹദാന അല്ലാഹു ലഹ വദല്ലു അൻഹ. ഈ ഖിബ്ല എന്ന് പറഞ്ഞാൽ മക്ക, കഅബ, അത് ആര് പണിതതാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ആരുടെ പിതാവും കൂടിയാ? യഹൂദികളുടെ പിതാമഹൻ കൂടിയല്ലേ. അപ്പോൾ ഈ അവരുടെ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാസ്ലാം പണിത കാബയെ അവർക്ക് കിബിലയാക്കി കിട്ടാതെ നമുക്ക് കിബിലയാക്കി കിട്ടിയതിൻ്റെ പേരിൽ അതിനും അവർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യമുണ്ട്. യഹൂദികൾ നമ്മളോട് അസൂയ വെക്കുന്ന മൂന്നാമത്തെ കാര്യം ഏതാ? ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇത്, ഇതോടുകൂടി കഴിയുക. ആരാ പറയാ? 3 കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം ഏതാ? അല്ല, അറിയുന്ന സമ്മാനം. മൂന്നാമത്തെ കാര്യം വളരെ സിമ്പിള്. ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ആമീൻ ഒച്ചത്തിൽ പറയുന്നില്ലേ, അതിൻ്റെ പേരിലും അവർക്ക് നമ്മളോട് ഭയങ്കര അസൂയ. അതവർ പുറത്ത് കാണിച്ചിട്ടില്ല എങ്കിൽ പോലും ടി വിയിലൊക്കെ ഒരു യഹൂദി വന്നിട്ട് നമ്മളെ മക്കത്തെ ലൈവ് ഇങ്ങനെ കാണുക. അപ്പോൾ അവിടെ നമസ്കാരത്തിൽ ഇമാം അവരുകൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് മുഴുവൻ ആളുകളും ആമീൻ എന്ന് ഒച്ചത്തിൽ പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഫോടനം നടക്കുന്നു. ചിലപ്പോൾ നമ്മൾ അറിയില്ല എന്നേ ഉള്ളൂ. അവർക്കത് തീരെ സഹിക്കാൻ പറ്റുന്നു, ഭയങ്കര അസൂയ അവർക്കത്. അതുകൊണ്ട് ആമീൻ പറയുക എന്നുള്ളത് ചെറിയ പണല്ല. അല്ല, മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹിന. ആരുടെയെങ്കിലും ആമീൻ പറച്ചിൽ, മലക്കളും ആ സമയത്ത് ആമീൻ പറയുന്നുണ്ട്, മലക്കളുടെ ആമീൻ പറച്ചിലിനോട് അവൻ്റെ ആമീൻ പറച്ചിൽ യോജിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന. സഹാബാക്കളുടെ കാലത്ത്, നബികളുടെ കാലത്ത് പള്ളി കുലുങ്ങുമാറ് തരത്തിൽ ആമീൻ എന്ന് സഹാബാക്കൾ പറയുന്നു. അപ്പോൾ ഈ 3 വിഷയത്തിലാണ് യഹൂദികൾക്ക് നമ്മളോട് ഭയങ്കര അസൂയയും ദേഷ്യവും ഉള്ളത്. മറന്നു പോരുത്. ഒന്നാമത്തെ വിഷയം ഏതാ? യോമുൽ ജുമുഅ, വെള്ളിയാഴ്ച. അവരതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു, അവർക്ക് കിട്ടിയില്ല, അള്ളാഹു നമുക്കാണത് നൽകിയത്. രണ്ടാമത്തെ എന്താ? ഖിബ്ല, അതും നമുക്ക് മാത്രമാണല്ലോ, അതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചത്. മൂന്നാമത്തതോ? വഅല ഖൗലിന ഖൽഫൽ ഇമാം ആമീൻ, ഇമാമിൻ്റെ പിന്നിലുള്ള നമ്മുടെ ആമീൻ പറച്ചിൽ. ഇത് 3ഉം അവർക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബദറിന് മുമ്പ് നടന്ന കുറച്ച് സംഭവങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അത് 1-2 ക്ലാസ്സിൽ പറഞ്ഞു തീർത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉഹദിലേക്ക് കടക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞത് ഓർമ്മ പറഞ്ഞാൽ എല്ലാവരും ആവേശമൊന്നും ചോർന്നു പോകരുത്. പൂർവാധികം ആവേശത്തോടു കൂടി ഇനിയും ആളുകളെയും കൊണ്ടുവേണം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.